ഹലോ ഗൈസ്, അങ്ങനെ ഇതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിൽ വെച്ചൊരു പരിപാടി നടക്കുകയാണ്. പരിപാടി വേറൊന്നുമല്ല, നമ്മുടെ ചേച്ചീൻ്റെ കുഞ്ഞിൻ്റെ പാല് കൊടുക്കുകയാണ്. പാല് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിൻ്റെ 28 എന്നൊക്കെ പറയും. അങ്ങനെ നമ്മളെ 28 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുഞ്ഞിൻ്റെ പാല് കൊടുക്കുകയാണ് ഇന്ന് നമ്മളെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടു വന്നാലോ. ഈ കാണുന്ന കേട്ടോ നമ്മളെ വീടിൻ്റെ പെയിൻ്റ് അടി 2 ദിവസം മുന്നേ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ചെയ്തു. അതിനുശേഷം ഇന്നലെ നമ്മൾ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കസേരയും ടേബിളൊക്കെ എന്താ പറയുക ലൈനായിട്ട് വെക്കാനുണ്ട്. അങ്ങനെ ഫുള്ള് കഴിഞ്ഞില്ല. ഇനി നമുക്ക് സമയം അത്രയേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ വീടൊന്ന് കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ടൊന്ന് ഹാളൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടി. അപ്പം നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് പോവാം. പിന്നെ എന്തായാലും ഫ്രണ്ട്സൊക്കെ ഒന്ന് വരാനുണ്ട്. സമയം ഇപ്പോൾ 7 മണിയായുള്ളൂ. ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് അവരെത്താമെന്ന് പറഞ്ഞ് അവരെയും കാത്ത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തതാ അവിടെയും പിന്നെ ഇവിടെ ലൈറ്റ് ഇതാ വണ്ടിയൊക്കെ പുറത്തിറക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. റോഡൊക്കെ മൊത്തം മഴ കാരണം തെന്നിയിരിക്കുകയാണ്. ഗെയ്സ് ഇത് അങ്ങനെ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ലൈനായിട്ട് വെച്ചു. നല്ല മഴയുണ്ട്, അതുകൊണ്ട് സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് ഗെയ്സ് കാണില്ല, നല്ല മഴയാണ് പെയ്യുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ വീടിൻ്റെ എവിടെ മൊത്തം അപ്പോൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ സ്ഥലത്തൊക്കെ മൊത്തം ഫോഗായിരിക്കും. ഇവിടെ ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫോഗ് കളറിലായിരിക്കും മൊത്തം ഉണ്ടാവുക. ഗെയ്സ് കുഞ്ഞു ഒരേ കളിയാണ്. ഉറക്കൊക്കെ കഴിഞ്ഞു ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റപ്പോൾ ഇതാ ഒരേ കളിയാണ്. അങ്ങനെ ഇതാ ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നു. ഈ കാണുന്ന നമ്മളെ ഹാളിൽ ഒരുക്കാൻ വേണ്ടിയുള്ള ബലൂണും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഹാളിൽ ഒന്ന് ഒരുക്കണം. കേസ് അങ്ങനെ നമ്മളെ അടുത്ത കമ്പനിക്ക് എത്തിയിരിക്കുകയാണ്. ആടോട്ടോ അതിൻ്റെ ബേക്കിൽ വെച്ചോ, സൈഡാക്കി വെച്ചോട്ടോ. കേസ് ഇതങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബലൂണൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈം കൊണ്ട് എനിക്കിതാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകണം. പിന്നെ കുറച്ച് പേര് കൂട്ടാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കാറെടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ്. കേസ് അങ്ങനെ ഇതാ അവരവിടെ നിന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാ ഞാൻ ഇവിടെ ആ കാറും എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ കടിയൊക്കെ ഒരു കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്കും കടിയും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ഇതാ കാറും എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. പിന്നെ അച്ചാച്ചനെയൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടണം. അച്ചാച്ചനൊക്കെ ഒരുങ്ങി എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ വീട്ടിൽ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അച്ചാച്ചനെയൊക്കെ ഒന്ന് കൂട്ടുകയും വേണം. അപ്പം നമുക്ക് നേരെ സാധനമൊക്കെ വാങ്ങിയിട്ടൊന്ന് വരാം. ഗെയ്സ് അങ്ങനെ ഇതാ മൂത്തമ്മൻ്റെ വീട്ടിലെത്തി. ഇവിടുന്ന് ഇനി അച്ചാച്ചനെയും മൂത്തമ്മനെയൊക്കെ എല്ലാവരും പിക്ക് ചെയ്യണം. അങ്ങനെ ഇതാ റൂമൊക്കെ ഇതാ ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയ്സ് അങ്ങനെ ഇതാ റൂമിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഓല് വരുന്നു. ഫുഡിന്റെ പരിപാടി ഇത് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാ ചോറ് ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. നമ്മളല്ലാണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും മറ്റേ ഓർഡർ ചെയ്യുകയാണ്. അതിപ്പം നമുക്ക് പോയി എടുക്കണം. സാധാ ചോറിന്റെ പരിപാടിയാണ് നടക്കുന്നത്. അങ്ങനെ അളിയനും അളിയൻ്റെ വീട്ടിലെ ഫാമിലിയൊക്കെ എത്തിയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മളോട് ചായ കുടിച്ച് നമുക്ക് ചടങ്ങിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എല്ലാവർക്കും ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
സംഗീത നമ്മളെ ചടങ്ങ് ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. കണക്ക് വെക്കണേ കൊടുക്കുന്നത് 7 5 കണ്ടില്ല ഇപ്പൊ നിന്നെ പരിചയമുണ്ടല്ലോ ശ്രീലക്ഷ്മി കേറിക്കോ. നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എടുക്കാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സ് പോയായിരുന്നു. അങ്ങനെ അവരിതാ ഫുഡൊക്കെ എടുത്തിട്ട് അവരിതാ വന്നതാണ്. ഈ സംഗീത ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ ശേഷം എന്താ വന്ന ആൾക്കാരൊക്കെ ഈ കാണുന്ന ട്രാവലറിൽ പോയി. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ള ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയേ ഉള്ളൂ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതാ ലാസ്റ്റ് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഈ സംഗീത പരിപാടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും പോയി. ഇനി അങ്ങനെ കുറച്ച് പേരുണ്ട്, ഞാനും കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ഗെയ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. നാട്ടിലെ നല്ല മഴയാണ്. ഗെയ്സ് അങ്ങനെ നമ്മളെ പരിപാടി മൊത്തം കഴിഞ്ഞ് നമ്മളിതാ പന്തലയക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ ബൈ. നമ്മളിതാ പന്തൽ മൊത്തം അയക്കാനുള്ള പരിപാടിയാണ്. ആ മോളേട്ടോ കെട്ടയക്കാണല്ലേ. എടാ നമ്മളെ കോണി എടുത്തിട്ട് ഇവിടെ നയിക്കാട്ടോ. ഓ ഇനി ഇപ്പുറത്തുണ്ടാ അത് കുഴപ്പമില്ല.
അങ്ങനെ കംപ്ലീറ്റ് സാധനം വണ്ടി കയറ്റി കഴിഞ്ഞപ്പോൾ കരുതി എല്ലാ സാധനവും ഇപ്പം തന്നെ നേരത്തെ കൊണ്ട് കൊടുക്കാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ പോയി നമ്മൾ പാത്രം കൊണ്ട് ഇറക്കി കൊടുക്കാനാണ്. പാത്രം എടുത്ത സ്ഥലവും പന്തലെടുത്ത സ്ഥലം വേറെ വേറെ സ്ഥലമാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് പാത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ പന്തൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങള് മറ്റേ സാധനമൊക്കെ ഉണ്ടാച്ച് നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്കൊരു പാട്ടങ്ങ് പാടിയല്ലോ. നല്ല മഴയൊക്കെ ഉണ്ടല്ലോ. പ്ലസ് തുടങ്ങ്. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ്. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത് വരാം. അതുവരേക്കും ബൈ ഗേസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണേ.